സ്റ്റോക്ക് ചെയ്യണം. അവിടെ ഒരു കസേര വിട്ടിരിക്കണം കേട്ടോ. ആ ഇന്നിപ്പോൾ ഇവിടെ വിദ്യാർത്ഥികളായിട്ട് ഇരിക്കുന്നവരിൽ 2 പേരാണ് മുതിർന്ന കുട്ടികൾ. ഒന്ന് ശ്രുതി, പിന്നെ ഒന്ന് ബിജിത്ത് ലാൽ. അപ്പോൾ ബാക്കി 4 പേര് അങ്ങനെ ഇരിക്കും. അതിൽ ഒരാൾ ഉറക്കത്തിൽ കിടന്ന് വർത്തമാനം പറയുന്ന ആളാണ്, നിഖിൽ അല്ലേ. ഉറക്കത്തിൽ കിടന്ന് വർത്തമാനം പറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഇവിടെ ശ്രദ്ധിച്ചിരിക്കും, ഉറക്കത്തിൽ കിടന്ന് വർത്തമാനം പറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവൻ്റെ തലച്ചോറിന് വിശ്രമം കിട്ടുന്നില്ല, അതായത് ഗാഠ നിദ്ര കിട്ടുന്നില്ല. അത് തലച്ചോറിൻ്റെ കുറച്ചും കൂടി നീക്കിരി ലൈറ്റ് അടിക്കുന്നത്. തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനൊരു താളമുണ്ട്. ഇപ്പോൾ 8 മണിക്ക് അത്താഴം കഴിച്ചു, 8 മണിക്ക് അത്താഴം കഴിച്ചു, 9 മണിക്ക് കിടന്നു, അല്ലെങ്കിൽ 10 മണിക്ക് കിടന്നു, സുഖമായിട്ട് കിടന്നുറങ്ങണം. അത് തലച്ചോറിന് വിശ്രമം കിട്ടണം. അപ്പോൾ 8 മണിക്ക് 9 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് കിടന്ന ആൾ 5 മണിക്കോ 6 മണിക്കോ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല സുഖം കിട്ടണം. നിഖിൽ ഉറക്കത്തിൽ കിടന്ന് വർത്തമാനം പറയും, ചിരിക്കും, കളിക്കും. അതിൻ്റെ അർത്ഥം അതെന്താണെന്ന് വെച്ചാൽ അവന് ഗാഠനിദ്ര കിട്ടുന്നില്ല. അപ്പം അതിന് ചികിത്സ വേണ്ടി വരും. അവൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൻ്റെ താളം പോയി. ശരീരത്തിലെ എല്ലാ അവയവത്തിൻ്റെ പ്രവർത്തനത്തിനൊരു താളമുണ്ട്. ഹൃദയം പ്രവർത്തിക്കുന്നതിന് താളമുണ്ട്, ദഹനപ്രക്രിയ നടക്കുന്നതിനൊരു താളമുണ്ട്, കരൾ പ്രവർത്തിക്കുന്നതിന് താളമുണ്ട്, വൃക്ക പ്രവർത്തിക്കുക. അങ്ങനെ ഓരോ ശരീരത്തിലെ ഏത് അവയവം എടുത്ത് നോക്കിയാലും അതിന് പ്രകൃതി സഹജമായിട്ടുള്ള ഒരു താളമുണ്ട്. അപ്പോൾ അവൻ്റെ ഇതിൽ നിന്ന് മനസ്സിലാക്കുക, അവൻ്റെ പെരുമാറ്റത്തിൽ നിന്ന്, വർത്തമാനത്തിൽ നിന്ന് അവൻ ബോധപൂർവമല്ല പല കാര്യങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതുമൊക്കെ. ഇൻവോളണ്ടറി ആക്ഷൻ കൂടുതൽ. ചിത്തം വളരെ അതിവേഗം സ്പന്ദിക്കുകയാണ്. അത് തലച്ചോറ്, ബ്രെയിൻ റിലാക്സ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. ഇപ്പം നാടൻ മരുന്നെന്ന് പറയുന്നത് നെയ്യ് കൂട്ടി ഊണ് കഴിക്കുക. ഇപ്പം നെയ്യ് എന്ന് പറയുന്നത് ഈ തലച്ചോറിൻ്റെയൊക്കെ അതിൻ്റെ താളം ക്രമീകരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ രാത്രി ഇപ്പോൾ സാധാരണ ഒന്നില്ലെങ്കിൽ അരിയുടെ ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ സാധാരണ അരി ആഹാരമാണ് കഴിക്കുന്നത്. അരി ആഹാരം കഴിക്കുമ്പോൾ ചോറ് കഴിക്കുന്നു, അല്ലെങ്കിൽ കഞ്ഞി കഴിക്കുന്നു. അപ്പോൾ ചോറ് കഴിക്കുമ്പോൾ ആ ചോറിൻ്റെ കൂടെ ഒരു 1/2 സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് അത് ചേർത്ത് കഴിക്കണം. എന്താ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? അതൊരു ആയുർവേദത്തിലൊരു മരുന്നാണ്. അത് നിഖിൽ കുറേ കാലം കഴിക്കണം. അങ്ങനെ കുറേ കാലം കഴിച്ചാൽ അവൻ്റെ ഈ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ഒരു താളം ഉണ്ടാവും. പിന്നെ രക്ഷകർത്താക്കൾ മുൻകൈ എടുത്ത് ആയുർവേദ ചികിത്സ കൊടുക്കുന്നത് നല്ലതാണ്. അതൊക്കെ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ശ്രുതിക്ക് മനസ്സിലായ? അപ്പം അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഉണ്ട്. നിഖിലിനോട് എന്താണ് ഞാൻ പറഞ്ഞത്? പ്രധാനമായിട്ട് എത്ര കാലം കഴിക്കണം? കുറേ കാലം കഴിക്കുക. ചുരുങ്ങിയതൊരു 2 വർഷമെങ്കിലും മുടങ്ങാതെ കഴിക്കണം. വീട്ടിൽ അച്ഛനോടോ അമ്മയോടോ നെയ്യ് വാങ്ങി വീട്ടിൽ സ്റ്റോക്ക് ചെയ്യാൻ പറയണം. എപ്പോൾ ഉണ്ട്? അവിടെ ഉണ്ട്. കഴിക്കാറുണ്ടോ? അതാണ് കുഴപ്പം. കഴിക്കണം, മനസ്സിലായ? അത് കഴിച്ചാൽ നീ ഉറക്കത്തിൽ കിടന്ന് വർത്തമാനം പറയുന്ന ആ അസുഖമൊക്കെ മാറിക്കിട്ടും. പിന്നെ അതിൽ തന്നെ ചില പച്ചമരുന്നുകൾ ചേർക്കാം. ബ്രഹ്മി എന്ന് പറയും, ബ്രഹ്മി. പിന്നെ
ആയുർവേദ കടയിൽ ഈ മരുന്നുകളൊക്കെ മേടിക്കാൻ കിട്ടും. അതിന് ആ ഡോക്ടർമാരെ പോയി കാണണം. മനസ്സിലായോ? ഡോക്ടർമാരൊക്കെ പോയി കണ്ട് വിവരം പറയും. ഞാനിങ്ങനെ ഉറക്കത്തിൽ കിടന്ന് വർത്തമാനം പറയും, ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അതിന് മരുന്ന് വേണമെന്ന് പറയും, മരുന്ന് വേണമെന്ന് തരണം എന്ന് പറയും. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ അവർ ഈ ബ്രഹ്മീഘൃതം എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അത് സാധാരണ ആളുകൾക്ക് കൊടുക്കുന്നതാണ്. പിന്നെ അതിനേക്കാൾ കൂടിയ മരുന്നുണ്ട്, എന്താ പഞ്ചഗവ്യോ എന്തോ പറഞ്ഞ കുറേ മരുന്നുകളുണ്ട്. അങ്ങനെ പല, അത് ആളെ നോക്കി ആളുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെയൊക്കെ അവസ്ഥയൊക്കെ നോക്കിയിട്ടാണ് ഡോക്ടർമാർ മരുന്ന് കുറിക്കുന്നത്. മനസ്സിലായ? അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇൻവോളണ്ടറി ആക്ഷൻ കൂടുതലാണ്. ചിത്തവൃത്തികൾ ഒടുങ്ങുന്നില്ല. ചിത്തവൃത്തി നിരോധന യോഗ, ചിത്തവൃത്തി നിരോധ. യോഗം അല്ലെങ്കിൽ യോഗാനുഷ്ഠാനങ്ങളിലൂടെ ചിത്തവൃത്തിയുടെ നിരോധനം ഉണ്ടാകണമെന്നാണ്. യോഗാനുഷ്ഠാനങ്ങൾ യമം, നിയമം, ആസനം, പ്രാണായാമമൊക്കെ, അതായത് ഒരു ക്രമത്തിലൂടെ കാര്യങ്ങൾ നീങ്ങി ഒരു മനുഷ്യന് ശാന്തി ഉണ്ടാകണം. അപ്പോൾ ഒരു അനുഷ്ഠാന പദ്ധതിയിലൂടെ കാര്യങ്ങൾ നീക്കിയിട്ട് ശാന്തി ഇല്ല എങ്കിൽ യോഗശാസ്ത്രത്തിൽ പറയുന്നത് മണിമന്ത്ര ഔഷധവും സമാധി എന്നാണ്. ഔഷധപ്രയോഗമാകാം എന്നാണ്. ചില മരുന്നുകളൊക്കെ കൊടുക്കേണ്ടി വരും. ഇനി മരുന്ന് കൊടുത്തിട്ടും സമാധാനമില്ലെങ്കിലോ അവനെ ചങ്ങലൊക്കെ ഇട്ട് പൂട്ടണം. ചിലരെ മുറിയിലിട്ട് പൂട്ടും. അങ്ങനെയൊക്കെ ഉണ്ട്. കാര്യം മനസ്സിലായ? അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്ന് നിങ്ങളോട് ഇതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പറയാൻ പോകുന്നൊരു കാര്യം രണ്ടുപേരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഒന്ന് ബിജിത്തലാൽ, ഒന്ന് ശ്രുതി, മുതിർന്ന കുട്ടികൾ. പിന്നെ ബാക്കിയുള്ളവർ 4 പേര് വെറുതെ കേട്ടിരിക്കുക. 2 പേർക്കുള്ള ക്ലാസ്സാണ് ഇന്ന്. ഏകദേശം 1,00,000 ഉറുപ്പിയോളം മുടക്കി ഈ നടത്തുന്ന ഈ അദ്വൈത ദർശന വിദ്യാഭ്യാസ പ്രവർത്തനം അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ പഠനം അല്ലെങ്കിൽ ഭഗവത്ഗീത പഠനം, ഈ ജ്ഞാനയജ്ഞം ഇന്ന് ഈ 6ാമത്തെ ദിവസം പ്രയോജനപ്പെടുത്താൻ വന്നിരിക്കുന്നത് 2 പേരാണ്. ബാക്കി 4 പേരാ. ബാക്കി 4 പേരെ കണക്കിലെടുക്കാൻ പറ്റത്തില്ല. അപ്പം 2 പേരെ ഉദ്ദേശിച്ച് പറയാം. എന്താണ് പറയേണ്ടത്? ഈ ഭഗവത്ഗീത പഠിക്കേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള മോക്ഷശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്. ഇപ്പം നിങ്ങളുടെ 2 പേരുടെയും വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു സാധാരണ കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. പിന്നെ അതിൻ്റെ താഴെ കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ CD പ്ലെയർ, DVD പ്ലെയർ. അപ്പോൾ CD യോ DVD യോ ഇട്ട് ക്ലാസ് കേൾക്കാം. അപ്പോൾ CD പ്ലെയർ അല്ലെങ്കിൽ DVD പ്ലെയർ. അപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ നിങ്ങളെ അസിസ്റ്റ് ചെയ്യണം. ഇത് എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞു തരണം, എന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് സാധാരണ സ്കൂളിലോ കോളേജിലോ ഇതൊക്കെ പഠിപ്പിക്കുന്നത് അത്ര കാണുന്നില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, കുട്ടികളെ പഠിപ്പിക്കും. നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ടോ? എൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ക്രിസ്ത്യാനികൾ നടത്തുന്ന സ്കൂളിൽ ക്രിസ്ത്യാനി കുട്ടികൾക്ക് ബൈബിള് പഠിക്കാനുള്ള സംവിധാനം ചിലപ്പോൾ ചെയ്തു കൊടുക്കും. മുസ്ലിങ്ങൾ നടത്തുന്ന സ്കൂളുകളിൽ ഖുറാൻ കുട്ടികൾക്ക്, അവിടുത്തെ മുസ്ലിം കുട്ടികൾക്ക് ഖുറാൻ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ ചില വലിയ വലിയ സ്കൂളുകളിൽ മതവിശ്വാസികൾക്ക് അവരുടെ മതഗ്രന്ഥങ്ങൾ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വലിയ ചിലവ് വരും. അപ്പോൾ ഇത് DVD പ്ലെയർ അല്ലെങ്കിൽ CD പ്ലെയർ, കമ്പ്യൂട്ടറുകൾ, പുസ്തകങ്ങൾ ഒക്കെ ഉപയോഗിച്ച് ഇതൊക്കെ എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെപ്പറ്റി ഒരു പഠന ക്രമ പദ്ധതി
ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ആദ്യം ഈ ഈ ഭഗവത്ഗീത പഠിക്കുക എന്ന് പറയുമ്പോൾ അത് സംസ്കൃതത്തിലാണ് എഴുതിയിരിക്കുന്നത്. ആദ്യം മൂലഗ്രന്ഥം സംസ്കൃതത്തിലാണ്. അപ്പോൾ സംസ്കൃതം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും സംസ്കൃതം അറിയാമോ? അറിഞ്ഞൂടാ. അതാണ് പറഞ്ഞ ചോദിക്കുന്നതിന് മാത്രമേ മറുപടി പറയാവൂ. നിഖില് ചോദിക്കുന്നതിന് മറുപടി പറയാവൂ. അപ്പം എന്താ പറഞ്ഞത്? സംസ്കൃതത്തിലാണ് ഇതിൻ്റെ മൂലഗ്രന്ഥം, ദേവനാഗരി ലിപി. അപ്പം അത് ദേവനാഗരി ലിപി സംസ്കൃത ഭാഷയൊക്കെ പഠിച്ചതിന് ശേഷം ഭഗവത്ഗീത പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല. അപ്പോൾ അതിന് എളുപ്പ വഴിയുണ്ട്. ഈ ദേവനാഗരി ശബ്ദങ്ങൾ അല്ലെങ്കിൽ സംസ്കൃതത്തിൽ പറയേണ്ട കാര്യങ്ങൾ മലയാളത്തിൽ എഴുതിയതുണ്ട്. അപ്പോൾ അതൊരു പുസ്തകം നിങ്ങളുടെ കയ്യിൽ കിട്ടിയെന്നതാ. ഇതെൻ്റെ കയ്യിലിപ്പോൾ ഒരു പുസ്തകം ഇരിക്കണം. ഇത് ഉണ്ടായിരടാ. ഇത് ഈ ഭഗവത്ഗീത ശ്ലോകങ്ങൾ മലയാളത്തിൽ എഴുതിയ പുസ്തകമാണ്. അപ്പോൾ ഇത് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ പുസ്തകം നോക്കിയാൽ നിങ്ങൾക്കിത് ചൊല്ലാൻ ബുദ്ധിമുട്ട് വരും. കാരണം അതിൻ്റെ അന്വയം, അതെങ്ങനെയാണ് അന്വയിക്കേണ്ടത്, വരികൾ മുറിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഈ ശ്ലോകങ്ങൾ തെറ്റുകൂടാതെ ചൊല്ലി ചെയ്ത് റെക്കോർഡ് ചെയ്ത CD-കളുണ്ട്. അപ്പോൾ അതാണ് ഈ CD. ഇതിനകത്ത് ഉള്ളത് ശ്ലോകങ്ങൾ മാത്രം ഇതിനകത്ത് റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. 1-ാം അധ്യായം തൊട്ട് 18-ാം അധ്യായം വരെ. അപ്പോൾ എല്ലാ അധ്യായങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ 8-ാം അധ്യായം പഠിക്കാൻ, 8-ാം അധ്യായം ഒന്ന് ചൊല്ലി പഠിക്കാൻ ആഗ്രഹിക്കും. അപ്പോൾ 8-ാം അധ്യായം എടുത്ത് ഈ പുസ്തകം കയ്യിൽ വെച്ചു, ഈ CD ഇട്ടു, അതിൻ്റെ 8-ാം അധ്യായം വരാൻ വേണ്ടി അവിടെ ബട്ടണൊക്കെ കൊടുത്തു. അപ്പോൾ അത് ചൊല്ലുന്നത് നിങ്ങൾ ഇതിനകത്ത്, അത് ചൊല്ലുന്നത് കേൾക്കുന്നു, ആ വരികൾ ഇതിനകത്ത് നോക്കുന്നു, നിങ്ങളൊപ്പം ചൊല്ലുന്നു. അപ്പോൾ ശ്ലോകം പരിചയപ്പെട്ടു, ശബ്ദപരിചയം വന്നു. ഇതിങ്ങനെ ഡെയിലി ഒരു ദിവസം ഒരധ്യായം, അല്ലെങ്കിൽ സൗകര്യം പോലെ ഒരു ദിവസം 2 അധ്യായം, അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം ഒരധ്യായം, അല്ലെങ്കിൽ ഒരു മാസത്തോളം ഒരധ്യായം ഇങ്ങനെ പഠിക്കണം. ഒരു ഡ്രില്ല് പോലെ, ഒരു ട്രെയിനിങ്. അപ്പോൾ നിങ്ങൾക്ക് ശബ്ദപരിചയം കിട്ടും. ഇപ്പോൾ 8-ാം അധ്യായം അക്ഷരം ബ്രഹ്മയോഗം, അക്ഷരബ്രഹ്മയോഗം. കിം തത് ബ്രഹ്മ കിം അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അധിഭൂതം ച കിം പ്രോക്തം അതിദൈവം കിം ഉച്യതേ. അപ്പോൾ ശബ്ദപരിചയം കിട്ടി. അപ്പോൾ ഇത് അതുമായിട്ടൊന്നും ഒരു ബന്ധം വന്നു. ഈ ആ മന്ത്രവുമായിട്ട്, ആ ശ്ലോകവുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധം വന്നു. ശബ്ദപരിചയം. അപ്പോൾ ഇതിങ്ങനെ കുറേ കാലം, ഇപ്പോൾ ഒരു അധ്യായം തന്നെ ഇങ്ങനെ 10 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അതിങ്ങനെ കേട്ട് കഴിയുമ്പോൾ അതുമായിട്ടൊരു ഒരു മനസ്സിനൊരു ഇണക്കം വരും. അതിന് മനസ്സിൽ അത് രജിസ്ട്രേഷൻ നടക്കും. ജിതിലല്ലേ ഒരു ഗ്ലാസ് ചൂടോട് കൊടുക്കും. എവിടെ ഇത് കസേര ഇട്ടിട്ട് അതോടെ വയ്ക്കും. വെള്ളം കുടിച്ചിട്ട് അവിടെ പോയിരിക്കും. അപ്പം എന്താ പറഞ്ഞത്? ശബ്ദപരിചയം ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ്? ശ്രുതി പറയും. ഇതൊക്കെ മേടിക്കണം. ഒന്നില്ലെങ്കിൽ കമ്പ്യൂട്ടർ മേടിക്കണം, അല്ലെങ്കിൽ CD പ്ലെയർ മേടിക്കണം. വീട്ടിലിരുന്ന് അതൊക്കെ പഠിക്കണമെങ്കിൽ. പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊന്നുമില്ല.
അപ്പോൾ ഇതൊക്കെ പഠിക്കണമെങ്കിൽ ഇങ്ങനെ ഗുരുകുലങ്ങളിൽ പോയിട്ട് ഇതുപോലുള്ള ഗുരുക്കന്മാരുടെ അടുത്തിരുന്ന് പഠിക്കുക നിവൃത്തിയുള്ളൂ. പുസ്തകങ്ങൾ പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ അത് താളിയോല ഗ്രന്ഥങ്ങളിൽ എഴുതി, പിന്നെ പുസ്തകത്തിൽ വന്ന്, പിന്നെ പുസ്തകത്തിൽ നിന്ന് ഇപ്പോൾ സി ഡിയിൽ വന്നു. അപ്പോൾ സി ഡി ഇപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യാം. നിൻ്റെ അച്ഛനെ ഇവിടെ എന്താ ഒമാനില്ല എവിടെ പോയിട്ട് കമ്പ്യൂട്ടറൊന്നും കൊണ്ടുവന്നില്ലേ? ടാബ്ലറ്റ്, അതിനകത്ത് ഇതൊക്കെ കോപ്പി ചെയ്യാൻ പറ്റുമോ? പെൻഡ്രൈവിൽ പറ്റും. ആ പെൻഡ്രൈവിൽ കോപ്പി ചെയ്ത് തരാം. ഞങ്ങൾ തരാൻ തയ്യാറാണ്, പക്ഷെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവണ്ടേ? അത് സ്വീകരിക്കാൻ തയ്യാറാകുക എന്ന് പറഞ്ഞാൽ ഇത് പഠിക്കണമെന്നുള്ള ഒരു ആവശ്യബോധം നിങ്ങളിൽ ഉദിക്കണം. അപ്പം അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തണം. പെൻഡ്രൈവ് വീട്ടിലുണ്ടാ? അപ്പോൾ അതിൽ ഞാനിത് കോപ്പി ചെയ്ത് തരാം. ഒരാളെങ്കിലും പഠിക്കട്ടെ. നൊച്ചിപ്പറമ്പിൽ ഒരു ഗീതാ വിദ്യാർത്ഥിയെങ്കിലും ഉണ്ടാവട്ടെ. പഠിക്കുകയാണെങ്കിൽ ശ്രദ്ധാപൂർവം പഠിക്കണം, വെറുതെ ഉഴപ്പിക്കളയരുത്. ശ്രുതിയുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടോ? സി ഡി പ്ലെയർ ഉണ്ടോ? സി ഡി പ്ലെയർ ഉണ്ടെങ്കിൽ സി ഡി തരാം, സി ഡിയിൽ കോപ്പി ചെയ്ത് തരാം. സി ഡി വാങ്ങാനുള്ള പൈസയും പിന്നെ അത് കോപ്പി ചെയ്യാനുള്ള പൈസയും തരണം. അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തരാം, ഫ്രീ ആയിട്ട് ചെയ്ത് തരാം. പക്ഷെ അതിൻ്റെ ചിലവ് നിങ്ങൾ വഹിക്കണം. കുറച്ച് പൈസയെങ്കിലും നിങ്ങൾ മുടക്കാതെ, മതവിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു 100 രൂപ പോലും മുടക്കാതെ മുഴുവനും ഫ്രീ ആയിട്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശബ്ദപരിയം സിദ്ധിക്കുന്ന കാര്യം പറഞ്ഞു, അതായത് ചൊല്ലി പഠിക്കുക. അപ്പോൾ ചൊല്ലി പഠിക്കുന്നതിന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പുസ്തകവും ഈ സി ഡിയും പ്രയോജനപ്പെടുന്നത് എന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞില്ലേ? അത്രയും പറഞ്ഞ് മനസ്സിലായോ? ഇനി ശബ്ദപരിചയം കേട്ടു. ഇനിയപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, ശബ്ദ പരിചയം കേട്ടു. ഇപ്പോൾ 8ാം അധ്യായം കിം തദ് ബ്രഹ്മ കിമധ്യാത്മം. കിം തദ് ബ്രഹ്മ, ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ ദൈവം, അള്ളാഹു എന്നൊക്കെ പറയുന്നുണ്ട്. ആ പള്ളിയിൽ നിന്ന് 5 നേരം അള്ളാഹു എന്ന് പറയുന്നത് അതെന്താ? ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു ശബ്ദം നമ്മൾ പരിചയപ്പെട്ടത് കൊണ്ടോ അത് പഠിച്ചത് കൊണ്ടോ സി ഡിയിൽ കേട്ടത് കൊണ്ടോ പെൻഡ്രൈവിൻ്റെ അകത്ത് കോപ്പി ചെയ്തുകൊണ്ടോ അത് എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യം വരില്ല. ഇറ്റ് ഈസ് എ സൗണ്ട് സിമ്പിൾ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ദിസ് ബ്രഹ്മൻ? അള്ളാഹു എന്ന് കേൾക്കുന്നത് അതെന്താ? അപ്പോൾ അതേപ്പറ്റി വിസ്തരിക്കണം. ഇതിനെപ്പറ്റി പഠിച്ച ആളുകൾ വിസ്തരിച്ച ക്ലാസ്സുകളുണ്ട്. എന്താണ്? ഇതിനെപ്പറ്റി വിസ്തരിച്ച ക്ലാസ്സുകളുണ്ട്. അതിപ്പോൾ മലയാളത്തിൽ ഇതിപ്പോൾ ഗീത ഞാൻ 8ാം അധ്യായം ഇത് സന്ദീപാനന്ദ ഗിരി എന്ന് പറഞ്ഞൊരു സ്വാമിജി വിസ്തരിച്ചതാണ്. ഇനി ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പഠിക്കണമെങ്കിൽ ഇത് ദയാനന്ദ സരസ്വതി എന്ന് പറഞ്ഞൊരു സ്വാമി വിസ്തരിച്ചതാണ്. അപ്പോൾ ഓരോ വാക്കെടുത്തിട്ട് അതിങ്ങനെ വിസ്തരിക്കുകയാണ്. കിം തദ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചോദിക്കാനുള്ള കാരണം എന്താണ്? ബ്രഹ്മത്തെപ്പറ്റി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതെങ്ങനെ പരിഹരിക്കാം? അപ്പം ഇങ്ങനെ ഒരു ക്രമത്തിൽ ഇത് പഠിച്ച് പോകണം. എങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ പഠിക്കണം. മനസ്സിലായോ? കുറച്ച് നീക്കിയെടുക്കും. പഠിക്കുകയാണെങ്കിൽ ഈ ക്രമത്തിൽ പഠിക്കണം. പിന്നെ ഇതിപ്പോൾ ഈ സി ഡി ഒന്നും ഇല്ലാതെ പുസ്തകം നോക്കിയും പഠിക്കാം. പുസ്തകങ്ങളുണ്ട്. ഇത് എഴുതിയ ഈ സംസ്കൃതം മലയാളത്തിൽ എഴുതിയ പുസ്തകങ്ങൾ. ഈ ഭഗവത്ഗീത വ്യാഖ്യാനം, ശങ്കരാചാര്യർ എഴുതിയ ഭാഷ്യം, ശങ്കരാചാര്യർ സംസ്കൃതത്തിൽ എഴുതിയത് മലയാളത്തിൽ എഴുതിയതുണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ വ്യാഖ്യാനം. മനസ്സിലായോ? ഇപ്പം എങ്ങനെ പഠിക്കണമെന്നുള്ള കാര്യം ഒരു ഏകദേശ രൂപം പിടി കിട്ടിയോ?
പിന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങളിലോട്ട് കടക്കുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ മേടിക്കണം. ഇപ്പോൾ ഈ പുസ്തകം നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ശ്ലോകങ്ങൾ മാത്രമുള്ള ഒരു പുസ്തകം ഇത് എത്ര റുപ്യാണ്? ഇത് 110 റുപ്യ. മേടിക്കുക എന്നുള്ളതിൻ്റെ നടപടിക്രമം. മേടിക്കാതെ ഇങ്ങനെ ഒരു പുസ്തകം വേണമെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇപ്പോൾ നിങ്ങൾ അസിസ്റ്റ് ചെയ്താലേ നിങ്ങളുടെ കൈകളിൽ എത്തുള്ളൂ. അപ്പോൾ ഇത് ഇന്ന സ്ഥലത്ത് കിട്ടും, അവിടെ വിളിച്ചു പറഞ്ഞാൽ അവർ പോസ്റ്റ് വഴി അയച്ചു തരും. അപ്പോൾ 110 രൂപ തന്നാൽ ഈ പുസ്തകം അങ്ങോട്ട് തരും. മനസ്സിലായ? അപ്പോൾ ഇനി ശ്ലോകങ്ങൾ, ഈ ശ്ലോകം ചൊല്ലിയ CD വേണമെന്ന് പറഞ്ഞാൽ ഇത് ഒരെണ്ണത്തിന് എത്ര റുപ്യാണ്? എന്തോ വില അവിടെ ഉണ്ട്, 150 100 ഒക്കെ വിലയുള്ളൂ. അല്ലെങ്കിൽ കോപ്പി ചെയ്താലും മതി, കുഴപ്പമില്ല, അത് തരാം. ഇത് ഇംഗ്ലീഷിൽ 8ാം അധ്യായം, ഇത് ഭഗവത്ഗീതയ്ക്ക് എടുത്ത ക്ലാസ്. ഇത് രംഗനാഥാനന്ദ സ്വാമി എന്ന് പറഞ്ഞത് രാമകൃഷ്ണ മിഷനിലെ രംഗനാഥാനന്ദ സ്വാമി ചെയ്ത ക്ലാസ്സുകൾ, ഭഗവത്ഗീതയെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയ ക്ലാസ്സുകൾ. ഇത് 77 മണിക്കൂറുണ്ട്. 77 മണിക്കൂർ ഭഗവത്ഗീത ലെക്ചർ ക്ലാസ് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത് ഗൗരവബുദ്ധിയോടുകൂടി പഠിക്കണം. അത് മറ്റ് വിഷയങ്ങൾ പഠിക്കുന്നതോടുകൂടി നീ ഒന്നും ഇവിടുന്ന് ഇറങ്ങി പോകാമോ? അല്ലെങ്കിൽ ഇതേ ഒതുങ്ങിയിരിക്കും, കസേരട്ടടിക്കാതെ. കൈ മടക്കി വെക്ക്, കൈ ഇങ്ങനെ വെക്ക്. ഞാൻ പറഞ്ഞിട്ടേ കഴിക്കാവൂ കേട്ടോ. കാല് ഒതുക്കി വെക്ക്. എവിടെയാണ് ഇരിക്കുന്നത്? ഇത് ഒരു ക്ലാസ് റൂമാണ്, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ബോധമൊന്നുമില്ല. ഇൻവോളണ്ടറി ആക്ഷൻ കൂടുതലാണ്. എല്ലാത്തിനും ബ്രഹ്മി കഷായം വെച്ച് കൊടുക്കണം, എന്നാലേ ഒതുങ്ങിയിരിക്കുകയുള്ളൂ. ബ്രഹ്മി കഷായമുണ്ട്, ബ്രഹ്മി കഷായത്തിൽ നറുനെയ്യ് ചേർത്തങ്ങ് കൊടുക്കണം രാവിലെ ഓരോ ഗ്ലാസ്, അപ്പോൾ ഒതുങ്ങിയിരിക്കും. അപ്പം എന്താ പറഞ്ഞത്? ഇത് ഭഗവത്ഗീത പഠിക്കേണ്ട ഒരു രീതി മനസ്സിലായ? അങ്ങനെ പഠിക്കാൻ തയ്യാറാണോ? രണ്ടുപേരോടാണ് ചോദിക്കുക, ഒന്ന് ബിജിത്തിലായാലും ഒന്ന് ശ്രുതി. പഠിക്കാൻ തയ്യാറാണോ? ഇനി വീട്ടിൽ പറയുമ്പോൾ വിദ്യാഭ്യാസ ചിലവ് ഇത് ഇപ്പം തന്നെ വലിയ കൂടുതലാണ്. ഇനിയിപ്പോൾ 500 1000 രൂപയൊക്കെ മുടക്കി പുസ്തകം മേടിക്കുക, CD മേടിക്കുക, പെൻഡ്രൈവ് മേടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വിദ്യാഭ്യാസ ചിലവ് കൂടും. അതൊന്നും ഇപ്പോൾ നടക്കൂല എന്ന് അച്ഛനും അമ്മയൊക്കെ പറയും. അപ്പോൾ ലഹള ഉണ്ടാക്കണം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അത് ഞങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം പുസ്തകങ്ങളും CD-യൊക്കെ മേടിക്കാൻ പൈസ തരണം. പൈസ തന്നില്ലെങ്കിൽ ഞങ്ങൾ നാട് വിട്ടു പോകുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണം അച്ഛനമ്മനെയൊക്കെ. അപ്പോൾ അവർ മേടിച്ചു തരും. പേടിപ്പിക്കണം. ഞങ്ങൾ ഒരാഴ്ചക്കകം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിക്കാൻ പൈസ തന്നില്ല എങ്കിൽ ഞങ്ങൾ പാലക്കാട് ജില്ല വിട്ട് ഇവിടെ നിന്ന് മുങ്ങുമെന്ന് പറയണം. അപ്പോൾ അച്ഛനും അമ്മയും അത് പേടിച്ചിട്ട് പൈസ തരും. അപ്പോൾ അതൊക്കെ മേടിക്കാം. അപ്പം ഇന്ന് അത് കഴിഞ്ഞിട്ടാട്ടെ അടുത്ത കാര്യം. അതെ, അടുത്ത കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഭഗവത്ഗീത പോലെയുള്ള ഒരു ടെക്സ്റ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അതെങ്ങനെ വീട്ടിലിരുന്ന് പഠിക്കാം? അതിന് പഠന സഹായികൾ, പഠന ഉപകരണങ്ങൾ, കമ്പ്യൂട്ടറുകളും CD-യും പെൻഡ്രൈവും ഒക്കെ ഉപയോഗിച്ച്, പുസ്തകങ്ങളൊക്കെ ഉപയോഗിച്ച് എങ്ങനെ പഠിക്കാം എന്ന് പറഞ്ഞു. ഇനി കുറച്ചും കൂടി ഇത് ഇപ്പോൾ പുസ്തകം നോക്കി ഗൗരവമായിട്ട് പഠിക്കണമെന്നുള്ള ഒരാൾക്ക് ഇത് ഗൗരവമായിട്ട് പഠിക്കണമെങ്കിൽ ഇപ്പോൾ ഭഗവത്ഗീതയ്ക്ക് ശങ്കരാചാര്യ എഴുതിയ ഭാഷ്യം. ഇപ്പോൾ ലോകത്ത് ഇപ്പോൾ ഈ സാധാരണ ഇന്ത്യയിൽ നിന്ന് പറയാം, ഇന്ത്യയിൽ തന്നെ എവിടെ പോയാലും ഇതുപോലെ കുറേ ആശ്രമങ്ങളുണ്ട്. ഇതുപോലെ എന്ന് പറയുമ്പോൾ ഇതിനേക്കാളൊക്കെ വലിയ ആശ്രമങ്ങൾ, വമ്പൻ കെട്ടിടങ്ങളും ആശ്രമങ്ങളും, എല്ലാ ദിവസവും അന്നദാനവും, ഇത് പഠിപ്പിക്കാനായിട്ട് കുറേ ഗുരുക്കന്മാരും ആചാര്യന്മാർ, ഇങ്ങനെ അധ്യാപകന്മാരും ഒക്കെ ഉള്ള
വലിയ സംവിധാനങ്ങളൊക്കെ ഉള്ള വലിയ വലിയ ആശ്രമങ്ങളൊക്കെ ഉണ്ട്, യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും വലിയൊരു മതവിദ്യാലയം ഏതാണെന്ന് ചോദിച്ചാൽ കാലടിയിലെ ശ്രീശങ്കര സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി. ഞാനവിടെ പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയൊരു മതവിദ്യാലയം ആണ് ശ്രീശങ്കര സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി. ഇന്നിപ്പോൾ കേരളത്തിൽ അവിടെയാണ് ഈ ഇത്തരം വിഷയങ്ങൾ ഗൗരവമായിട്ട് പഠിപ്പിക്കുന്നതും. അത് ശമ്പളമൊക്കെ ഗവൺമെൻറ് കൊടുക്കുകയാണ് അവിടെ പഠിപ്പിക്കുന്ന ആളുകൾക്ക്. പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക്, മുതിർന്ന കുട്ടികളൊക്കെയാണ് പഠിക്കുന്നത്. +1 +2 BA അങ്ങനെ MA ഒക്കെ, സംസ്കൃതം, വേദാന്തം ഒക്കെ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയൊരു മതവിദ്യാലയം ഏതാണെന്ന് വെച്ചാൽ അതാണ് ശ്രീശങ്കര. നിങ്ങൾക്കെന്താ ചിരി വരുന്നത്? നിൻ്റെ കാമുകിയെ പറ്റി നീ ഓർക്കുന്നുണ്ടോ? ചിലർക്ക് അങ്ങനെയാ, ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ അവളെ പറ്റി ഇങ്ങനെ ഒരു ഓർമ്മ വരും. ഗേൾ ഫ്രണ്ട്സിനെ പറ്റി ഇങ്ങനെ ഓർക്കും, അപ്പോൾ ഒരു ചിരി വരും. അങ്ങനെ ഓർക്കുന്നുണ്ടോ? ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കാമുകി വന്ന് ശല്യം ചെയ്യുകയാണെങ്കിൽ എന്നോട് പറയണം, ഞാൻ അവളെ കൈകാര്യം ചെയ്തോളാം. അപ്പോൾ കേരളത്തിലെ ഒരു ഏറ്റവും വലിയ മതവിദ്യാലയം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീശങ്കര സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി. ഞാനവിടെ പോയിട്ടുണ്ട്. വലിയ വലിയ കുറേ സ്ഥലവും കെട്ടിടങ്ങളും കാര്യങ്ങളും. അത് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള അധ്യാപകന്മാരാണ് അവിടെ പഠിപ്പിക്കുന്നത്. കുട്ടികൾ എന്ന് പറയുന്നത് വലിയ മുതിർന്ന കുട്ടികൾ, +1 +2. സാരമില്ല, കല്ലെറിയുന്നവരെല്ലാം പാമ്പ് കൊത്തും. ആരെങ്കിലും കല്ലെറിയുന്നുണ്ടെങ്കിൽ അവനെ ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് പാമ്പ് കൊത്തും. ശ്രദ്ധിച്ചേരി ഇവിടെ ശ്രദ്ധിച്ചേരി, വിജിത്തിലാരെ ഇവിടെ ശ്രദ്ധിച്ചേരി. അതാണ് ആ ക്ലാസ് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പാപകർമ്മം ചെയ്യുകയാണ്. കർമ്മങ്ങൾ ചെയ്യുന്നവരെ പാമ്പ് കൊത്തും. വിജിത്തിലാലിന് പാപകർമ്മം ചെയ്യുന്നത് ഇഷ്ടമാണോ? ഇഷ്ടമല്ല. അപ്പോൾ നിന്നെ പാമ്പ് കൊത്തൂല. നീ പാപകർമ്മം ചെയ്യുകയാണെങ്കിൽ നിന്നെ പാമ്പ് കൊത്തും. ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കല്ലെടുത്തെറിയുക. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഈ ക്ലാസ്സിൻ്റെ ഏകാഗ്രതയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആര് പെരുമാറിയാലും അവരെ പാമ്പ് കൊത്തും. അപ്പോൾ ഇതൊക്കെ പഠിക്കുക എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ചിലവിൽ, ഇപ്പോൾ പാലക്കാട് ഇവിടെ വേറൊരു സ്ഥലത്തുണ്ട്, രാമനാഥപുരം. അവിടെ ഒരു വിദ്യാലയമുണ്ട്. അവിടെ ഇങ്ങനെ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ചില സ്കൂളുകളിൽ ഇതൊക്കെ വളരെ ഗൗരവമായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഈയിടെ കുറച്ച് കാലം പത്രത്തിൽ വായിക്കുകയുണ്ടായി, അമേരിക്കയിലൊരു യൂണിവേഴ്സിറ്റിയിൽ മുതിർന്ന കുട്ടികളാണ്, അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റിയുടെ ചിലവിൽ അധ്യാപകന്മാരെയൊക്കെ നിയമിച്ചു. അപ്പോൾ അവിടെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ കുട്ടികൾ പഠിക്കേണ്ട വിഷയങ്ങൾ കൂടാതെ ഇതും പഠിക്കാം, വേണമെങ്കിൽ പഠിക്കാം. അതിന് പ്രത്യേക സംവിധാനങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ചൊല്ലി പഠിപ്പിക്കും, അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കും. അങ്ങനെയുണ്ട്. ഇവിടെ നമ്മളിവിടെ ഇങ്ങനെ ഒരു മതവിദ്യാലയം, ഒരു വേദാന്ത വിദ്യാലയം ഇങ്ങനെ തുടങ്ങി, അങ്ങനെ അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഇത് കുറച്ചും കൂടി ഗൗരവമായിട്ട് എങ്ങനെ പഠിക്കണം. ഇപ്പോൾ 2 പേർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ക്ലാസ് പറയുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ 8ാം അധ്യായം ഇവിടെ ശ്രദ്ധിച്ചിരി, അത് സാരമില്ല. ഇപ്പോൾ 8ാം അധ്യായം ഭഗവത്ഗീത 8ാം അധ്യായം ശങ്കരഭാഷ്യം, അതൊന്ന് പഠിക്കണം. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ 2 പേര്, ബിജിത്ത്, ശ്രുതി, സംസ്കൃതം അറിഞ്ഞുകൂടാ. അപ്പോൾ മലയാളത്തിൽ എങ്ങനെ പഠിക്കണം അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു. ഇനി അത് കുറച്ചും കൂടി അങ്ങനെ ഗൗരവമായിട്ട് പഠിക്കണമെന്നുള്ളത് ഒരു പ്രായോഗിക ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താണ് അതിൻ്റെ ഒരു പ്രകടനം, എന്താ അല്ലേ, പ്രദർശനം കാണിച്ചു തരാം. അത് ഈ പുസ്തകം ഒന്ന് വായിക്കുക, വാ പറഞ്ഞുതരാം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. വാ ശ്രുതി, വാ. അത് കഴിഞ്ഞ് ബിജിത്തിലാൽ.
ശബ്ദം അവിടെ ഇരിക്കും. ഇവിടം തൊട്ട് ഇവിടം തൊട്ട് ഇവിടം വരുന്ന വായിക്കും. ഇവിടം തൊട്ട് ഇവിടം വരുന്ന വായിക്കും. ശ്രദ്ധിച്ചിരിക്കും. ते ब्रह्म तद्विदु कृत्स्नम् इत्यादिना भगवता अर्जुनस्य प्रश्नबीजानि उपदिष्टानि अथ तत् प्रश्नार्थम् अर्जुन उवाच. അനുവാദം. അവർ ആ ബ്രഹ്മത്തെയും അധ്യാത്മത്തെയും അറിയുന്നു എന്ന് തുടങ്ങുന്നതിലൂടെ അർജുനനായിക്കൊണ്ട് പ്രശ്നബീജം ഉപദേശിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ അവയെ നിവർത്തിക്കുന്നതിനായി അർജുനൻ ചോദിച്ചു. ആശയ വിശദീകരണം. തേ ബ്രഹ്മ തദ്വിദു കൃത്സ്നം എന്നതിലൂടെ അർജുനന്റെ പ്രശ്നങ്ങൾക്ക് നിമിത്തമായി കഴിഞ്ഞ ഒടുവിലൂടെ ഭഗവത് വാക്യത്തെ എടുത്തു കാണിക്കുകയാണ് ഭഗവാൻ ഭാഷ്യകാരൻ. അതിലൂടെ അർജുനനായിക്കൊണ്ട് പ്രശ്നബീജത്തെ ഉപദേശിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് കഴിഞ്ഞ ഭാഗവുമായി പുതിയ അധ്യായത്തെ സംബന്ധിപ്പിക്കുന്നു. അതായത് കൂടുതൽ ചിന്തിപ്പിക്കുകയും സംശയനിവൃത്തി വരുത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഗുരുനാഥൻ ശിഷ്യനെ സ്വപ്നങ്ങളെയും വിചാരമേഖലകളെയും പരിചയപ്പെടുത്തുകയാണ്. ഇങ്ങനെയാണ് കഴിഞ്ഞ അധ്യായം ഉപസംഹരിച്ചത്. അങ്ങനെ ഗുരുശിഷ്യ സംവാദ രൂപത്തിലുള്ള വിദ്യാവിനിമയ സമ്പ്രദായത്തെ ആചാര്യസ്വാമികൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇപ്രകാരം പ്രശ്നബീജം നൽകപ്പെട്ടപ്പോൾ തന്റെ സംശയങ്ങളെ ദൂരീകരിക്കുന്നതിനായി അർജുനൻ ചോദിച്ചു. ഭാഷ്യം, ഭഗവത്ഗീതയ്ക്ക് ശങ്കരാചാര്യർ എഴുതിയ ഭാഷ്യം പഠിക്കുക എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ എഴുതിയ കാര്യം മലയാളത്തിൽ എഴുതിയിരിക്കുകയാണ്. സംസ്കൃത ലിപി അറിയാൻ പാടില്ലാത്തവർക്ക് മലയാളത്തിലൂടെ പഠിക്കാം. അതിൻ്റെ പുസ്തകമാണ്, അത് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചാണ്. സംസ്ഥാന സന്യാസി സഭയുടെ പ്രസിഡൻറ്റ് ചിദാനന്ദപുരസ്വാമികൾ സാധാരണക്കാർക്ക് ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ എഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ ശ്രുതി വായിച്ചത് ഭാഗം ഞാനൊന്നും കൂടി വിസ്തരിക്കാം. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ശബ്ദങ്ങൾ കേട്ടതുകൊണ്ട് മാത്രം കാര്യം മനസ്സിലാവില്ല, വിശദീകരിക്കണം. തേ ബ്രഹ്മവിദുഹു കൃഷ്ണം ഇത്യാദിന ഭഗവതാ അർജുനസ്യ പ്രശ്നബീജാനി ഉപദിഷ്ടാനി അതഃ തദ് പ്രശ്നാർത്ഥം അർജുന ഉവാച. അപ്പോൾ സംസ്കൃതം മലയാളത്തിൽ എഴുതിയതുകൊണ്ട് വായിച്ചു, ഇനി വിശദീകരിക്കണം. അതിൻ്റെ അനുവാദം, അത് ആ സംസ്കൃതത്തിൽ പറഞ്ഞ കാര്യം ചിദാനന്ദപുരസ്വാമികൾ മലയാളത്തിൽ എഴുതിയിരിക്കുകയാണ്. അവർ ആ ബ്രഹ്മത്തെയും അധ്യാത്മത്തെയും അറിയുന്നു എന്ന് തുടങ്ങുന്നതിലൂടെ അർജുനനായിക്കൊണ്ട് പ്രശ്നബീജം ഉപദേശിക്കപ്പെട്ടിരിക്കുന്നു. പ്രശ്നബീജം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയുകയാണ്, ഒരു വിഷയം അവതരിപ്പിക്കുകയാണ്. കിം തദ് ബ്രഹ്മ, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ, അത് എന്തുകൊണ്ടങ്ങനെ പറയുന്നു? അപ്പം നമ്മൾ ബ്രഹ്മം, ദൈവം, അള്ളാഹു എന്നൊക്കെ ശബ്ദം കേൾക്കുന്നു, പക്ഷേ അറിയില്ല. അപ്പോൾ ആ അറിയാൻ പാടില്ലാത്തൊരു വിഷയത്തെപ്പറ്റി പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ചോദ്യം എടുത്തിട്ട് കൊടുക്കുകയാണ് ആദ്യം. എന്താ അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താ, എന്താണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത്? ഞാൻ കുറേ കാലമായല്ലോ കേൾക്കുന്നത്.
അതാണ് പ്രശ്നബീജം ഉപദേശിക്കപ്പെട്ടിരിക്കുന്നു. എന്നതിനാൽ അവയെ നിവർത്തിക്കുന്നതിനായി അർജുനൻ ചോദിച്ചു. ഗുരുശിഷ്യ സംവാദ രൂപത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ശരിയായ ഒരു ശിഷ്യൻ ശരിയായ ഒരു ഗുരുവിനോട് ചോദിക്കുകയാണ്. അങ്ങനെ ഗുരുശിഷ്യ സംവാദ രൂപത്തിൽ കാര്യങ്ങൾ പറയുന്നു. പിന്നെ അതിൻ്റെ വിശദീകരണങ്ങൾ. കിം തദ് ബ്രഹ്മ കിം അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അധിഭൂതം ച കിം പ്രോക്തം അധിദൈവം കിമുച്യതേ. പ്രശ്നബീജം, ചോദ്യങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. പിന്നെ അങ്ങനെ വിശദീകരണങ്ങൾ, മറുപടി പറയുന്നു. അക്ഷരം ബ്രഹ്മ പരമം, അക്ഷരവും പരമവുമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതാണ് ബ്രഹ്മം, പരബ്രഹ്മം, ദ സുപ്രീം റിയാലിറ്റി, ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. അതേപ്പറ്റിയൊക്കെ ഇന്നലെ പറഞ്ഞു. നമ്മളങ്ങനെ വിസ്തരിച്ചു, കുറേ കാര്യം വിസ്തരിച്ചു. എത്രാം ശ്ലോകം വരെ എത്തി? ഇന്നലെ എവിടം വരെ എടുത്തു? 20. 21 എടുത്തോ? 21 എടുത്തു. ഇനി ഏതാണ്? 22 എടുത്തു. ഇനി 23 തൊട്ടാണ് നമ്മളിന്ന് വിസ്തരിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ പ്രധാന വിദ്യാർത്ഥി നമ്മളൊക്കെ തന്നെ 1, 2, 4 പേര് ഇപ്പോൾ ഇരിപ്പുണ്ട്. ഞാൻ ഉൾപ്പെടെ പറയുന്ന ആളെ കൂടി ഒരു വിദ്യാർത്ഥിയായിട്ട് കണക്കാക്കാം. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇരിക്കാത്തതെന്ന് വെച്ചാൽ ചിത്തസ്ഥൈര്യമില്ല. അതായത് നേരത്തെ പറഞ്ഞല്ലേ, ഉറക്കത്തിൽ കിടന്ന് വർത്തമാനം പറയുന്ന നെട്ടും ബോൾട്ടൊക്കെ ഇളകിപ്പോയ കുട്ടികളാണ് ഉള്ളത്. എന്ത് ചെയ്യാൻ നോക്കും? അതൊക്കെ അങ്ങനെയൊക്കെ ഇത് ഒരു പ്രത്യേക സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ പിന്നെ ചികിത്സിക്കുകയെന്ന് വെറുതെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ കണ്ട കുട്ടികളൊക്കെ ഇന്നില്ലാത്തത്. പിന്നെ വന്ന കുട്ടികൾക്ക് തന്നെ ഇരിക്കാൻ പറ്റുന്നില്ല. ചിത്ത അടങ്ങുന്നില്ല, ചിത്തവൃത്തികൾ ഒതുങ്ങുന്നില്ല, വിക്ഷിപ്ത ചിത്തം. 23 എത്ര കാലേ ത്വനാവൃത്തിം ആവൃത്തിം ചൈവ യോഗിനഃ പ്രയാദായാന്തി തം കാലം വക്ഷ്യാമി ഭരതർഷഭ. ഭരതർഷഭ, അല്ലയോ അർജുന. ഇപ്പോൾ അല്ലയോ അർജുന എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലയോ അദ്വൈതാനന്ദ സ്വാമി, അല്ലയോ ശ്രീകുമാർ മാഷാണ്, അല്ലയോ ശ്രുതി, അല്ലയോ അദ്ദേഹത്തിൻ്റെ വരുന്ന സജീവ, സുരേഷ്, അല്ലയോ സുരേഷ്. അപ്പോൾ 4 അർജുനന്മാർ ഇവിടെ ഇരിക്കുകയാണ്, 4 ഭരതർഷഭന്മാർ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ 4 പേരോട് പറയുകയാണ്. 4 പേര് മതി, ഇത്ര 4 പേര് തന്നെ ശരിക്കും പഠിച്ചാൽ മതി. എത്ര കാലേത്തു പ്രയാതാഹ, ഏതു കാലത്തിൽ പ്രയാണം ചെയ്തു, യോഗിനഃ അനാവൃത്തിം യാന്തി, യോഗികൾ ആവൃത്തിയില്ലാത്ത അവസ്ഥയെ പ്രാപിക്കുന്നുവോ. എത്ര കാലേ പ്രയാത യോഗിനഃ, ഏതു കാലത്തു പ്രയാണം ചെയ്യുന്ന യോഗികൾ, ആവൃത്തിം ച ഏവ, ആവൃത്തിയെ പ്രാപിക്കുന്നുവോ, തം കാലം വക്ഷ്യാമി, ആ കാലത്തെ ഞാൻ പറയാം. അപ്പോൾ ഒരു സാധാരണ സംഭവം പറയാൻ പോവുകയാണ്. ഇനി എന്താണ് പറയാൻ പോകുന്നത്? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞു. നമ്മളിപ്പോൾ വലിയൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി, ഭക്ഷണം കഴിച്ചു, തൃപ്തിയായി തിരിച്ചു വന്നു. അപ്പോൾ ചില ആധ്യാത്മിക പുരോഗതികൾ ഉണ്ടായാൽ തിരിച്ചു വരും. അപ്പം നമ്മൾ കുറേയൊക്കെ ആധ്യാത്മികമായിട്ട് പ്രയത്നിച്ചു, കുറേ പുരോഗതി ഉണ്ടായി, നമ്മൾ ഈ ശരീരത്തെ ഉപേക്ഷിച്ചു. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ മേടിച്ചു, അത് കുറേ കാലം ഉപയോഗിച്ചു. ഒരു 3G ഫോൺ മേടിച്ചു, അത് കുറേ കാലം ഉപയോഗിച്ചു. അപ്പോൾ അത് നോക്കിയപ്പോൾ ഇൻ്റർനെറ്റൊക്കെ സ്ലോ ആണ്. ഒരു മെയിൽ നോക്കണമെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ 2 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാനായിട്ട് ആളുകൾക്ക് സാവകാശമില്ല. എത്രയും പെട്ടെന്ന് മെയിൽ നോക്കണം. ഇത് മൊബൈൽ ഫോണിൽ എടുക്കുക, ബട്ടൺ അമർത്തുക, ഇൻബോക്സിലെത്തുക, മെയിലുണ്ടോ നോക്കണം. അപ്പോൾ 4G ഫോൺ വന്നു. അപ്പോൾ 3G ഫോൺ വലിച്ചെറിയും. 3G ഫോണൊക്കെ കുപ്പത്തൊട്ടിയിരി. 4G ഫോൺ വന്നു, ഫാസ്റ്റർ.
ഇൻ്റർനെറ്റ് ഒന്ന് ചിലപ്പോൾ ഒന്ന് നോക്കിയാൽ മതി, അപ്പോൾ തന്നെ തെളിഞ്ഞു വരും. മെയിൽ വല്ലതും വന്നിട്ടുണ്ടോ ഇപ്പോൾ കാണണം, ഒരു സെക്കൻഡിനകം മെയിൽ കാണണം. അല്ല മാഷേ പറഞ്ഞാൽ ശരിയല്ലേ? അത്രക്ക് ഫാസ്റ്റിലാണ് ഇൻഫർമേഷൻ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുപോലെ നമ്മളുടെ ഈ ശരീരം കുറേ ഇങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാണ്, കളയും. അതുപോലെ ഒരു കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഒരു അനുഭൂതി, ആ അനുഭൂതിയിൽ നിന്ന് തിരിച്ചു വരുന്നത്. അഗ്നിർ ജ്യോതിരഹ ശുക്ലഹ ഷൺമാസ ഉത്തരായണം. അത് വിശദീകരിക്കുക. 23-ാമത്തെ. ഹേ അർജുന, ഏതു കാലത്ത് പ്രയാണം ചെയ്യുന്ന, അതായത് ദേഹം ഉപേക്ഷിച്ചു പോകുന്ന യോഗികൾ ആവൃത്തിയില്ലാത്ത, അതായത് പുനർജന്മമില്ലാത്ത പരമപദം പ്രാപിക്കുന്നുവോ, ഏതു കാലത്ത് പോകുന്നവർ പുനർജന്മത്തെ പ്രാപിക്കുന്നുവോ ആ കാലത്തെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ചിലർക്ക് ഈ ജന്മത്ത് തന്നെ ആത്യന്തികമായിട്ടുള്ള മോക്ഷം, മുക്തി കിട്ടിയെന്ന് വരില്ല. അവർ വീണ്ടും ജന്മം എടുക്കുന്നു എന്നാണ് പറയുന്നത്. പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ ഇത് തികച്ചും ശബ്ദ പ്രമാണങ്ങൾ വെച്ചേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ 4 പേരിരിക്കുന്നു. 4 പേർക്ക് നാളെ രാവിലെ 11 മണിക്ക് മരിക്കാം. മരിച്ചിട്ട് ഒരു 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചിങ്ങ് വരാം, വന്നിട്ട് പറയാം. അങ്ങനെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. അതാണ് എസ്കറ്റോളജി. ഇപ്പോൾ ജീവശാസ്ത്രം, ഞാൻ പറഞ്ഞു, ജീവശാസ്ത്രം പഠിക്കണമെങ്കിൽ ബയോളജി, ഒരു തവളയെ പിടിച്ച് ഒരു പലകയുടെ കഷ്ണത്തിൽ വെച്ച് അതിനെ ആണിയടിച്ച് അതിൻ്റെ കൈ കാലമൊക്കെ വലിച്ചു വെച്ച് ആണിയടിച്ച് അതിനെ വയറ് കീറി, ഹൃദയം അനങ്ങുന്നു, കരൾ പ്രവർത്തിക്കുന്നു, കുടൽ പ്രവർത്തിക്കുന്നു, ഇങ്ങനെയൊക്കെ പഠിക്കാം ഇല്ലേ? അല്ലേ ശ്രുതി? അത് ജീവശാസ്ത്രം, ബയോളജി. ഇനിയുണ്ട്, അതിൻ്റെ അപ്പുറം വേറെ ഉണ്ട് എസ്കറ്റോളജി, മരണാനന്തര ഗതിശാസ്ത്രം, പരലോകശാസ്ത്രം, എസ്കറ്റോളജി. അപ്പോൾ അത് പഠിക്കണമെങ്കിലോ ഇതുപോലെ ഈ തവളയെ കീറി മുറിക്കുന്നത് പോലെ മനുഷ്യ ശരീരം കീറി മുറിച്ച് പഠിക്കാൻ പറ്റുമോ? അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ശബ്ദപ്രമാണങ്ങൾ വെച്ചേ പഠിക്കാൻ പറ്റുള്ളൂ. അതിനെപ്പറ്റിയൊക്കെ ഇന്നലെ വിശദീകരിച്ചിട്ടുണ്ട്. ഹേ അർജുന, ഏത് കാലത്ത് പ്രയാണം ചെയ്യുന്ന, ദേഹം ഉപേക്ഷിച്ചു പോകുന്ന യോഗികൾ ആവൃത്തിയില്ലാത്ത, പുനർജന്മമില്ലാത്ത പരമപദം പ്രാപിക്കുന്നുവോ, ഏത് കാലത്ത് പോകുന്നവർ പുനർജന്മത്തെ പ്രാപിക്കുന്നുവോ ആ കാലത്തെ ഞാൻ പറഞ്ഞു തരാം. ശ്ലോകം 24. അഗ്നിർ ജ്യോതിരഹ ശുക്ലഹ ഷൺമാസ ഉത്തരായണം തത്ര പ്രയാത ഗച്ഛന്തി ബ്രഹ്മവിദോ ജനാഃ. അഗ്നിഹി ജ്യോതിഹി അഹഹ. ജ്വലിക്കുന്ന തീയ്, ജ്യോതിസ് പകൽ, ശുക്ലഹ ഷൺമാസ ഉത്തരായണം വെളുത്തപക്ഷം. ശുക്ലപക്ഷം എന്ന് പറഞ്ഞാൽ വെളുത്തപക്ഷം. ഉത്തരായണകാലമായ 6 മാസം. തത്ര പ്രയാത ബ്രഹ്മവിദഃ ജനാഃ ബ്രഹ്മഗച്ഛന്തി. ആ കാലത്ത് പ്രയാണം ചെയ്യുന്ന ബ്രഹ്മജ്ഞാനികളായ ജനങ്ങൾ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. അഗ്നി ജ്വലിക്കുമ്പോഴും പ്രകാശം വ്യാപിച്ചിരിക്കുമ്പോഴും പകൽ സമയത്തും വെളുത്തപക്ഷത്തിലും ഉത്തരായണകാലത്തിലും ശരീരം വിട്ടുപോകുന്ന ബ്രഹ്മജ്ഞാനികൾ ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കുന്നു. അപ്പോൾ ബ്രഹ്മപ്രാപ്തി, ബ്രഹ്മസ്പർശം, ബ്രഹ്മഭൂയം, സമാധി, മോക്ഷം, നിർവ്വാണം എന്നൊക്കെ പറയുന്ന ഒന്നുണ്ട്. അപ്പം അങ്ങനെ ഒന്നും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, അതിനുള്ള മറുപടി ശബ്ദപ്രമാണങ്ങൾ വെച്ച് പറയാൻ പറ്റുള്ളൂ. അതിപ്പോൾ അതിൻ്റെ വിശദീകരണങ്ങൾ ഇപ്പോൾ നടത്തുന്നില്ല. അത് പറഞ്ഞ് അത് അത്യാവശ്യമുള്ളവർക്ക് അതിനൊക്കെ പ്രത്യേകം ക്ലാസ്സുകൾ, അതിൻ്റെ ദീക്ഷാകർമ്മങ്ങളൊക്കെ പ്രത്യേകമാണ്. പലരും ഇത്തരം വിഷയങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാനിങ്ങനെ പറയും, ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്രഹ്മവിദ്യയും സന്യാസദീക്ഷയും താമസ സൗകര്യവും ഭക്ഷണവും ഒക്കെ ഞാൻ തരാം, നിങ്ങളിങ്ങോട്ട് വാ. അത് പറയും, ഞാൻ അടുത്ത ആഴ്ച വരാം. പിന്നെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ പറയും, എന്തൊക്കെയുണ്ട് സ്വാമി കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ അവിടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ വരാം. അപ്പം അങ്ങനെയാണ്. ഇതൊക്കെ
വിശദമായിട്ട് ടെക്സ്റ്റുകൾ വെച്ച് പഠിക്കണമെങ്കിൽ ക്ലാസ്സുകൾ തരാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവണ്ടേ? അപ്പോൾ ഇതൊരു സാവകാശമുള്ള ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതിൻ്റെ വിശദീകരണം ഇപ്പോൾ പറയുന്നില്ല. 25 ധൂമോ രാത്രിസ്തദാ കൃഷ്ണ ഷണ്മാസ ദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതി യോഗി പ്രാപ്യ നിവർത്തതേ. പുക പരക്കുമ്പോഴും രാത്രിയിലും കറുത്ത പക്ഷത്തിലും ദക്ഷിണായന കാലത്തും ദേഹം വിട്ടുപോകുന്ന യോഗി ചന്ദ്രജ്യോതിസിനെ അഥവാ ചന്ദ്രലോകത്തെ പ്രാപിച്ചിട്ട് പുനർജന്മമെടുക്കുന്നതിനു തിരിച്ചു വരുന്നു. അതായത് 2 രീതിയിലാണ് നമ്മളിലേക്ക് അന്ത്യം സംഭവിക്കുക. ഒന്ന് ആത്യന്തികമായിട്ടുള്ള മോക്ഷപ്രാപ്തി, നിർവ്വാണം, സമാധി. അതിൻ്റെ അപ്പുറത്ത് അതിനെതിരായിട്ട് നിൽക്കുന്നതാണ് ദുർമരണം. ചിലർ തൂങ്ങിച്ചാവുന്നു, ചിലർ വണ്ടി ഇടിച്ച് ചാവുന്നു, ചിലർ വിഷം കഴിച്ച് ചാവുന്നു, ചിലരെ തല്ലിക്കൊല്ലുന്നു, ഇല്ലേ? അപ്പോൾ അങ്ങനെ നോക്കിയാൽ ചിലർക്കെല്ലാം ദുർഗതിയാണ്, ദുർമരണം. അന്ത്യം വളരെ ദയനീയമാണ് ചിലരുടെ എല്ലാം. ചിലർ ഇതൊക്കെ പഠിച്ച് അവർ വളരെ ആഴത്തിലുള്ള ശാന്തിയോടുകൂടി, സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ഈ ശരീരത്തെ ഇങ്ങനെ ഉപേക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞല്ലേ, ഇപ്പോൾ 4G ഫോൺ വന്നാൽ 3G ഫോൺ നമ്മളിങ്ങനെ വലിച്ചെറിയും കുപ്പത്തൊട്ടിയിൽ, അല്ലെങ്കിൽ കുട്ടികളെ കളിക്കാൻ കൊടുക്കും. അതുപോലെ ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്നു. അപ്പോൾ 2 രീതിയിലാണ് നമ്മുടെയൊക്കെ അന്ത്യം സംഭവിക്കാൻ സാധ്യത. അപ്പം ഇതൊക്കെ നമ്മൾ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കാനുള്ള ഒരു പരിശ്രമം നടത്താം. അപ്പോൾ അതിന് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ 3 പേര് എൻ്റെ മുന്നിലിരിക്കുന്നു. ഈ 3 പേർക്ക് ആവശ്യമുള്ള ബ്രഹ്മവിദ്യയും സന്യാസദീക്ഷ, താമസ സൗകര്യം, ഭക്ഷണം ഒക്കെ തരാൻ ഞാൻ തയ്യാറാണ്. ഒന്ന് സ്വീകരിക്കാൻ തയ്യാറാണോ അത് നിങ്ങൾ പറഞ്ഞാൽ മതി. സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു കടലാസിൽ എഴുതി തരണം, എനിക്ക് ബ്രഹ്മവിദ്യ പഠിക്കണം, സന്യാസദീക്ഷ വേണം, താമസ സൗകര്യം വേണം, ഭക്ഷണം വേണം. അപ്പോൾ നമ്മൾ വിഷയം ചർച്ചയ്ക്കെടുക്കും. ഇത് ആരാണ്, എന്താണ് ഈ പറയുന്നത്, എന്താണെന്നൊക്കെ ചോദിക്കും. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം, കറണ്ട് വരുമോ നോക്കാം. ഇവിടെ വാ, നീ വാ, ഇവിടെ വന്നിരി, ഏറ്റത്തിരി ഒരാൾ അവിടെ ഇരി. പോയിട്ട് വാ, വേം വാ. ബിജിത്ത് ലാലിനോട് ഇങ്ങ് വരാൻ പറ്റും. ബിജിത്ത് ലാൽ അവിടെ ആരാണത്? ബിജിത്ത് ലാലേ, നൗഫുല, എൻ്റെ പേരെന്താണ്? ഇവിടെ വന്നിരിക്കും. നിനക്കൊരു കാര്യം പറഞ്ഞുതരാം. നിനക്കൊരു ലോട്ടറി കിട്ടുന്ന കാര്യം പറഞ്ഞുതരാം. വാ, ഇവിടെ വന്നിരിക്കും. കുറച്ച് നീ ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. 1 2 3 4 പേരുണ്ട്. 4 പേർക്കും ലോട്ടറി കിട്ടുന്ന കാര്യം പറയാൻ പോയി. ലോട്ടറി ലോട്ടറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? എന്താണ്? ടിക്കറ്റ്. അത് പറഞ്ഞുതരാം, കേട്ടിട്ട് തോന്നോട്ടെ. അത് കേട്ടിട്ട് ലോട്ടറി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞു നിർത്തിയത്? വല്ല ഓർമ്മയുണ്ടോ മാഷേ? എന്താണ് പറഞ്ഞത്? അപ്പോൾ നമ്മുടെ അന്ത്യം എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളാണ്. ചെറിയ കുട്ടികളോട് ജീവിതത്തിലേക്ക് വരുന്ന ആൾക്കാരാണ്, ജീവിതത്തിൽ നിന്ന് പോകുന്നവരല്ല.
അപ്പോൾ നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ അന്ത്യം രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സദ്ഗതിക്കുള്ള വഴി, ഒന്ന് ദുർഗതിക്കുള്ള വഴി. ചിലർ ആത്മഹത്യ ചെയ്യുന്നു, ചിലർ തൂങ്ങിച്ചാവുന്നു, ചിലർ വണ്ടി ഇടിച്ച് ചാവുന്നു. പിന്നെ വിരലിൽ എണ്ണാവുന്നവരാണ് ശാന്തിയോടുകൂടി, സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ഈ അന്ത്യകാലത്ത് അന്ത്യം സംഭവിക്കുന്നത്. അങ്ങനെ രണ്ട് വഴിയുണ്ടെന്ന് പറയാം. അപ്പോൾ അതിൽ ആത്യന്തികമായ മോക്ഷം കിട്ടാത്ത ആൾക്കാരൊക്കെ തിരിച്ചു വരും, അവർക്ക് പുനർജന്മം ഉണ്ടാവും. ദുർമരണം കിട്ടുന്നവർ, ഇപ്പോൾ ഒരു ദുർമാർഗിയെ ആൾക്കാരൊക്കെ കൂടി റോട്ടിലിട്ട് തല്ലി കൊന്നു വിചാരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അവരൊക്കെ തിരിച്ചു വരും. ദുർമാർഗം, ദുർഗതി. അപ്പം നിങ്ങൾക്ക് ദുർഗതി വേണോ സദ്ഗതി വേണോ? ദുർഗതി മതി. റോഡിലിട്ട് ആരെങ്കിലും നിങ്ങളെ അടിച്ചു കൊല്ലണമെന്നാ? സദ്ഗതി വേണം. അപ്പം തിരിച്ച് അത് ബോധം വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. 26 ശുക്ലകൃഷ്ണേ ഗതി ഹേദേ ജഗദശാശ്വതേ മതേ ഏകയായാദ്യനാവർത്തിം അന്യയാവർത്തതേ പുനഃ. ശുക്ലകൃഷ്ണേ ഏതേ ഗതി, ശുക്ലവും കൃഷ്ണവുമായ ഈ രണ്ട് മാർഗങ്ങൾ, ജഗതഃ ശാശ്വതേ മതേ ഹി, ജഗത്തിനു ശാശ്വതമാണെന്ന് അഭിപ്രായം. ഏകയാ അനാവർത്തിം യാതി, ഒന്നിൽ കൂടി പുനരാവർത്തിയില്ലായ്മയെ പ്രാപിക്കുന്നു. അന്യയാ പുനഃ ആവർത്തതേ, മറ്റേതിൽ കൂടി വീണ്ടും ജന്മം ആവർത്തിക്കപ്പെടുന്നു. അപ്പം എന്താണ് നമുക്ക് വേണ്ടത്? എന്താണ് വേണ്ടത്? ആത്യന്തികമായിട്ടുള്ള ശാന്തി. അത് എന്താണ്? അതിൻ്റെ സ്വരൂപം എന്താണ്, അതിൻ്റെ സ്വഭാവം എന്താണെന്ന് ഇപ്പോൾ പറയുന്നില്ല. ഖുറാൻ പഠിക്കുന്നവർ അതൊക്കെ പഠിച്ച് മനസ്സിലായിക്കൊള്ളണം. ബൈബിള് പഠിക്കുന്നവർ അത് പഠിച്ച് മനസ്സിലാക്കുക. ഭഗവത്ഗീത, ദർശനമാല, അപ്പോൾ അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതിപ്പോൾ വിശദീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അത് വിശദീകരിക്കുന്നില്ല, കാരണം അതിന് പറ്റിയ ഒരു സന്ദർഭമല്ല. ഇനി 27 ശുക്ലം 26 ഒന്നും കൂടി പറയുകയാണ്. ശുക്ലം കൃഷ്ണം, ശുക്ലഗതി കൃഷ്ണഗതി എന്നീ രണ്ട് മാർഗങ്ങൾ ലോകത്തിൽ എക്കാലത്തും നിലവിലുള്ളതായി കണക്കാക്കപ്പെടുന്നു. ആദ്യത്തെ മാർഗത്തിൽ കൂടി പുനരാവർത്തിയില്ലാത്ത പരമപദത്തെ, മോക്ഷത്തെ പ്രാപിക്കുന്നു. മറ്റേതിൽ കൂടി പോകുന്നവർ വീണ്ടും ജന്മമെടുത്ത് സംസാരത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. മെറ്റംസൈക്കോസിസ് ക്യാൻ ബി ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആസ് എ നാച്ചുറൽ കൊറോളറി എന്ന് നടരാജ ഗുരു തൻ്റെ ഗീതാഭാഷ്യത്തിൽ എഴുതിയിട്ടുണ്ട്. മെറ്റംസൈക്കോസിസ് ക്യാൻ ബി ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആസ് എ നാച്ചുറൽ കൊറോളറി. വല്യമേക്ക് മനസ്സിലാവുന്നുണ്ടോ വല്യമേ പറയുന്നത്? മെറ്റംസൈക്കോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റംസൈക്കോസിസ്, ട്രാൻസ്മൈഗ്രേഷൻ ഓഫ് സോൾ ആഫ്റ്റർ ഡെത്ത് ഫ്രം വൺ ബോഡി ടു അനദർ ബോഡി. മരണാനന്തരമുള്ള ഗതി, ജീവൻ്റെ ഗതി ഇല്ലേ? അത് ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആസ് എ നാച്ചുറൽ കൊറോളറി. അതിനെ പ്രകൃതി സഹജമായി അത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആസ് എ നാച്ചുറൽ കൊറോളറി. അങ്ങനെ പ്രകൃതി സഹജമായി സംഭവിക്കുന്നു. ഈ മരണാനന്തര ഗതിയെ പറ്റി അങ്ങനെയാണ് പറയുന്നത്. മെറ്റംസൈക്കോസിസ് ക്യാൻ ബി ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആസ് എ നാച്ചുറൽ കൊറോളറി. അപ്പം ഇത് നേരത്തെ പറഞ്ഞ പോലെ നേരിട്ട് അനുഭവമുള്ള കാര്യമല്ല. അതൊക്കെ ഇങ്ങനെ ശബ്ദ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക്
പറയാൻ പറ്റുകയുള്ളൂ, അല്ലാതെ വേറെ വഴികളൊന്നും ഇല്ല. എൻ്റെ വിശദീകരണങ്ങൾ ആവശ്യമുള്ളവർക്ക് നേരത്തെ പറഞ്ഞ പോലെ തരാനൊക്കെ തയ്യാറാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഗൗരവമായിട്ട് പഠിക്കാനും ഇതനുസരിച്ച് ജീവിക്കാനും, ഇവിടെ ശ്രദ്ധിച്ചിരിക്കുമല്ലേ, ഇതൊക്കെ ഗൗരവമായിട്ട് പഠിക്കാനും ഈ പഠിച്ചതനുസരിച്ച് ജീവിക്കാനും പിന്നെ അത് ആവശ്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ നമ്മൾ ഇണക്കിത്തരാം. ഞങ്ങൾ തരാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്രഹ്മവിദ്യ, സന്യാസ ദീക്ഷ, താമസ സൗകര്യം, ഭക്ഷണമൊക്കെ തരാൻ തയ്യാറാണ്. ഇത് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണോ? നഫൽ സ്വീകരിക്കാൻ തയ്യാറാണോ? ആ, എന്നാ വാ. സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ രക്ഷകർത്താക്കളുടെ സമ്മതപത്രം വേണം. രക്ഷകർത്താക്കളുടെ സമ്മതപത്രം ഉണ്ടെങ്കിൽ അത് നമ്മൾ തരാം, അതൊക്കെ പഠിപ്പിച്ചു തരാം വിശദമായിട്ട്. ഉം. 28. വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത്സർവമിദം വിദിത്വാ യോഗി പരം സ്ഥാനമുപൈതി ജാദ്യം. വേദേഷു യജ്ഞേഷു തപസ്സു, എന്താണ് പറഞ്ഞത്? വേദേഷു യജ്ഞേഷു തപസ്സു, വേദങ്ങളിലും യജ്ഞങ്ങളിലും തപസ്സുകളിലും ദാനേഷു ചയേവ ദാനങ്ങളിലും യത് പുണ്യഫലം പ്രതിഷ്ഠം യാതൊരു പുണ്യഫലം പറയപ്പെട്ടിരിക്കുന്നുവോ തത് സർവം യോഗി അതെല്ലാം യോഗി ഇതം വിദിത്വാ അത്യേതി ഇതിനെ അറിഞ്ഞിട്ട് അതിക്രമിക്കുകയും ആദ്യം പരം സ്ഥാനം ഉപൈതിച്ച ആദികാരണമായ പരമപദത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ മുമ്പറഞ്ഞ ശുക്ലഗതി കൃഷ്ണഗതി എന്ന 2 മാർഗങ്ങളുടെ രഹസ്യം അറിഞ്ഞിട്ട് യോഗിയായവൻ വേദങ്ങളിലും യജ്ഞങ്ങളിലും തപസ്സുകളിലും ദാനങ്ങളിലും പറയപ്പെട്ടിട്ടുള്ള പുണ്യഫലങ്ങളെയെല്ലാം അതിക്രമിക്കുകയും ആദികാരണമായ പരമപദത്തെ ബ്രഹ്മപദത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. പരമപദം, ദ സുപ്രീം അറ്റൈൻമെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതെന്താ സ്വാമി ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, അതിങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ എന്ന് നിങ്ങൾ ചോദിക്കാം. അപ്പോൾ പറഞ്ഞു, വിശദീകരണങ്ങൾ പറഞ്ഞു തരാം. ഇപ്പോൾ നാരായണഗുരു എഴുതിയ ദർശനമാലയുടെ അവസാന അധ്യായം നിർവാണ ദർശനമാണ്. ആ നിർവാണ ദർശനത്തിൽ ഇത് സവിസ്തരം പറയുന്നുണ്ട്. നിർവാണം ദ്വിവിധം ശുദ്ധം അശുദ്ധം ച. നിർവാണം 2 തരത്തിലുണ്ട്. ഒന്ന് ശുദ്ധമെന്നും ഒന്ന് അശുദ്ധമെന്നും. ഒന്ന് വാസനയോട് കൂടിയത്, ഒന്ന് വാസന അറ്റത്. എന്താണ് ഞാൻ പറഞ്ഞത്? പറയും. വാസന എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെയല്ല. നീ ഒരു മുസ്ലിം കുട്ടിയാണ്, നീ ഖുറാനാണ് പഠിക്കേണ്ടത്. നീ മദ്രസയിൽ പോകാറുണ്ടോ? ഖുറാനിൽ ഈ പരലോകത്തെ പറ്റി എന്താണ് പറയുന്നത്? എൻ്റെ കയ്യിലെന്താ ഉള്ളത്? അത് വലിച്ചെറിയും. നീ അത് കളയടാ. അത് കളയടാ. നീ കളയടാ. കളയടാ. നീ കളയൂല്ലേ? കളയടാ. നീ മദ്രസയിൽ പോകാറുണ്ടോ? നീ മദ്രസയിൽ പോകാറുണ്ടോ? അവിടെ നീ
ഖുറാൻ പഠിക്കുന്നുണ്ടോ? ആ, അതിനകത്ത് പരലോകത്തെ പറ്റി എന്താണ് പറയുന്നത്? ഉം. നീ എന്തിനാ ഇവിടെ വന്നത്? എന്ത് പഠിക്കാൻ? മതപ്രഭാഷണം പഠിക്കാനാ? ഇത് പഠിച്ചിട്ട് എന്താ പ്രയോജനം? ഉം. 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 ഇത് പഠിച്ചുകൊണ്ട് നിനക്ക് എന്താ പ്രയോജനം എന്ന് പറയും? നല്ല കാര്യമാണ്. അപ്പോൾ നീ പഠിക്കാൻ വന്നതാണ്, നല്ല കാര്യമാണ്. അപ്പോൾ പഠിക്കാൻ വന്നാൽ പഠിക്കണ്ടേ? ആ, പഠിക്കാൻ വന്ന ആൾ എവിടെ ഇരുന്നുണ്ട് എന്തോ തിന്നുകൊണ്ടിരുന്നത് അങ്ങനെ ശരിയാവുന്നത്? ഏ ആ, നീ അങ്ങിങ്ങായി പോകാൻ പാടില്ല. നീ അവസാനം ഖുറാനും പഠിക്കൂല, ഭഗവത്ഗീതയും പഠിക്കൂല, ഇങ്ങനെ പോക്കിരിയായി പോകാൻ പാടില്ല. അതിന് ഞാൻ കൂട്ടുനിന്നൊന്നും പറയാൻ പാടില്ല. നീ ഒന്നില്ലെങ്കിൽ ഖുറാനൊക്കെ പഠിച്ച് നല്ല മുസൽമാനായിട്ട് ജീവിക്കുക. മനസ്സിലായ? അല്ലെങ്കിൽ ഖുറാനൊക്കെ പഠിക്കുന്നതോടുകൂടി ഭഗവത്ഗീതയും പഠിച്ച് മര്യാദക്ക് ജീവിക്കണം. ഇവിടെ വരികയാണെങ്കിൽ അതൊക്കെ പഠിക്കണം. മനസ്സിലായ? നീ അവസാനം അതും ഖുറാനും പഠിച്ചില്ല, ഭഗവത്ഗീതയും പഠിച്ചില്ല, അങ്ങനെ പോക്കിരിയായി പോകാൻ പാടില്ല. പോക്കിരി എന്ന് പറഞ്ഞാൽ മനസ്സിലായ? പോക്കിരി എന്ന് പറഞ്ഞാൽ മദ്യപാനി, മദ്യപിക്കുന്നവനും പുകവലിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നവനും റോട്ടിൽ കിടന്ന് അടികൂടുന്നവരാണ് പോക്കിരി എന്ന് പറയുന്നത്. അവർ ബൈബിളും പഠിക്കൂല, ഗീതയും പഠിക്കൂല, ഖുറാനും പഠിക്കൂല. എന്നിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് ശല്യം ഉണ്ടാക്കും. ഈ മദ്രസയിൽ പോയിരുന്ന് ഇങ്ങനെ ശല്യം ഉണ്ടാക്കാറുണ്ടോ? ആ, അതാണ്. അപ്പോൾ ഇവിടെ വന്നാൽ ഈ ഇത് മുസ്ലിം കുട്ടികൾക്കും നമ്മൾ ഭഗവത്ഗീത പഠിപ്പിക്കും. പഠിക്കാൻ വന്നാൽ നേരെ ചവനിരുന്ന് പഠിച്ചോളാം. അല്ലെങ്കിൽ ചൂണ്ടിയിടാൻ പോവുക. ചൂണ്ടിയിട്ട് മീനെ പിടിച്ച് ഇവിടെ നോക്കിയാണ്. ചില കുട്ടികളൊക്കെ അങ്ങനെ ഉറക്കത്തിൽ കിടന്ന് വർത്തമാനം പറയുന്ന കുട്ടികളാണ്. അവർക്കൊന്നും പഠിക്കാനൊന്നും പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഈ പരമഗതിയൊക്കെ പറ്റി പറയുന്നത്. ഇത് മൊത്തത്തിൽ ഒരു നഷ്ടത്തിൽ കലാശിച്ചു എന്ന് പറയാം. കാരണം ചിത്തശുദ്ധിയുള്ള കുട്ടികളില്ല, ഒക്കെ ഉറക്കത്തിൽ കിടന്ന് ക്രിക്കറ്റ് കളിക്കുന്നവരാ. എല്ലാത്തിനും ബ്രഹ്മീകൃതം 3 നേരം കൊടുക്കണം, ഓരോ സ്പൂണും ചൂടാക്കിയിട്ട്. തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ കറക്റ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? നിങ്ങൾ ഇത്രയും ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുകയാണ്. മനസ്സിലായ? യോഗി പരം സ്ഥാനം ഉപൈതി. ഇപ്പോൾ പരമപദം ഇപ്പോൾ ഖുറാനിലൊക്കെ പറയുന്നു, പരിശുദ്ധ ഖുറാനിൽ പറയുന്നു, പരലോകപ്രാപ്തിയെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അത് ഇസ്ലാം മതത്തിലൊക്കെ അവിടുത്തെ ഉസ്താദുമാരൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കും. ആ പഠിച്ചോളണം, നിർബന്ധമാണ്, നിർബന്ധിത മതപഠനമാണ്. ഹിന്ദു കുട്ടികൾക്ക് അങ്ങനെ, ഇവിടെ ശ്രദ്ധിച്ചില്ല, ഹിന്ദു കുട്ടികൾക്ക് അങ്ങനെ നിർബന്ധിത മതപഠനമൊന്നുമില്ല. വന്നാൽ വന്ന് പോയാൽ പോയി, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇസ്ലാം മതത്തിൽ അങ്ങനെയല്ല, നിർബന്ധിത മതപഠനമാണ്. കാരണം പരലോകപ്രാപ്തി ഒന്നുണ്ടെന്നും ഇഹലോകത്തിലെ ജീവിതം ഒരു പരീക്ഷണമാണെന്നും പരലോകപ്രാപ്തി സ്വന്തം ജീവിത അനുഭവത്തിൽ കൊണ്ടുവരണമെന്നൊക്കെയാണ് ഇസ്ലാം മതത്തിൽ പറയുന്നത്. അല്ലേ? അല്ലേടാ നൗഫലെ? പിന്നെന്താണ്? നിനക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ എന്താണ്? ഇവനാന്ന് പറയുന്നതല്ല. അപ്പം അതിനല്ലേ പള്ളിയിലൊക്കെ പോകുന്നത്, പഠിക്കുന്നതൊക്കെ, ഖുറാൻ അവിടെ മസ്ജിദ് മദ്രസയിലൊക്കെ പോകുന്നത് അതിനല്ലേ. അപ്പം ഇവിടെ ഭഗവത്ഗീതയിൽ പരമപദത്തെ പറ്റി പറയുന്നു. പരമപദപ്രാപ്തി ഉണ്ടാകണം. പരമപദം എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു വലിയൊരു സാധനം കിട്ടാൻ പോകുന്നതാണ്. അതിപ്പോൾ കിട്ടും, എന്താ സ്വാമി അതിനെപ്പറ്റി പറയാൻ പോകുന്നു, ഇപ്പോൾ തന്നെ അത് കിട്ടും, അങ്ങനെ നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ട. അത് ഇങ്ങനെ ഇത്തരം വിഷയങ്ങളൊക്കെ ആദ്യം പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഞങ്ങളിതൊക്കെ പഠിപ്പിക്കാനും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തരാനൊക്കെ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവണ്ടേ.
നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു കടലാസിൽ എഴുതി തരണം, ഇതൊക്കെ പഠിക്കാനും ഇതൊക്കെ ഞങ്ങൾ സ്വീകരിക്കാനും തയ്യാറാണ്. അപ്പോൾ നമ്മൾ വിഷയം ചർച്ചയ്ക്കെടുക്കും. മനസ്സിലായ? പരമപദം പരിചിന്ത ചെയ്തിടണം എന്നാണ് നാരായണ ഗുരു ഒരു സ്ഥലത്ത് പറയുന്നത്. പരമപദം പരിചിന്ത ചെയ്തിടണം. പിന്നെ ഒരു സ്ഥലത്ത് പറയുന്നു മായാ മതിയറുവാൻ മനനം തുടർന്നിടണം. നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു മായയിൽപ്പെട്ട് ഇങ്ങനെ കറങ്ങുകയാണ്. ഒരു മോഹവലയത്തിൽപ്പെട്ട് വട്ടം കറങ്ങുകയാണ്. എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നൊന്നും അറിഞ്ഞൂടാ. ആകെ ഒരു സംഘർഷാവസ്ഥ. വർഗ സമരങ്ങളും വർഗ സംഘടനകളും LDFകാരും UDFകാരും കൂടി തമ്മിൽ കണ്ട തല്ലുകൂടുമെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ ഒരു മായാ വലയത്തിൽപ്പെട്ട് മോഹിതരായിട്ട് ഇങ്ങനെ വട്ടം കറങ്ങുകയാണ്. അപ്പോൾ അതിന് ഒരു പരിഹാരക്രിയ എന്താണ്? മായാ മതിയറുവാൻ മനനം തുടർന്നിടണം. ഈ മായയുടെ ഈ ഭ്രാന്തിനെ, മായാമതി അറിവാൻ, മായ ഉണ്ടാക്കുന്ന ഈ ഭ്രാന്തിനെ, നമ്മളൊക്കെ ഒരു ഭ്രാന്തിൽപ്പെട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ മായാമതി അറിവാൻ മനനം തുടർന്നിടണം. ഇങ്ങനെ മനനം തുടർന്നിടണമെന്ന് പറഞ്ഞാൽ, ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കണം, ചിന്തിക്കണം, ചർച്ച ചെയ്യണം, ധ്യാനിക്കണം എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. നൗഫലേ, പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാൽ എന്തിനാണ്? പള്ളിയിൽ പോയി നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ എന്തിനാണ്? സ്വർഗം കിട്ടാൻ. ശരി, പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് സ്വർഗം കിട്ടാനാണ്. അവൻ പറഞ്ഞത് ശരിയാണോ? എനിക്കില്ലേ പിന്നെ ശരിയല്ല, നിനക്കറിയില്ല. അത് പറഞ്ഞാൽ പോരെ. നൗഫല് പറയുന്നത് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് സ്വർഗം കിട്ടാനാണ്. ഞാൻ പറയുന്നത് ശരിയാണെന്ന്. അപ്പോൾ അവൻ പറഞ്ഞത് ശരിയാണെന്ന് ചോദിച്ചപ്പോൾ നീ ആദ്യം പറഞ്ഞത് ശരിയല്ല എന്നാണ്, പിന്നെ പറഞ്ഞ് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അത് നിനക്ക് ഒരു കാര്യം പറയുന്നതിന് സ്ഥിരതയില്ല. അതെന്താണ് നിനക്ക് മാനസിക സ്ഥിരത ഇല്ലാത്തത്? അതിൻ്റെ കാരണം എന്താണ്? മാനസിക സ്ഥിരത ഉണ്ടാവണമെങ്കിൽ നെയ്യ് കൂട്ടി ഊണ് കഴിക്കണം. അപ്പോൾ മായാമതിയറുവാൻ മനനം തുടർന്നിടണം. നമ്മളെല്ലാവരും ഒരു മായാമോഹിതരായി ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയൊക്കെ തന്നെ ഇരിക്കുന്നത്. അതിന് മനനം തുടർന്നിടണം. പരമപദം പരിചിന്ത ചെയ്തിടണം. അപ്പോൾ ഒരു ദുർമരണം, ഒരു ദുർഗതി നമുക്കുണ്ടാകാൻ പാടില്ല. പിന്നെന്തുവേണം? സദ്ഗതി, സദ്മരണം, ശാന്തിയോടുകൂടി, പരമമായിട്ടുള്ള ശാന്തിയോടുകൂടി, സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി വേണം ഈ ശരീരത്തെ ഉപേക്ഷിക്കാൻ. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളിലോട്ടൊക്കെ പ്രവേശിക്കുക? അത് സവിസ്തരം ഇപ്പോൾ പറയുന്നില്ല. അത് മോക്ഷശാസ്ത്രത്തിൻ്റെ ആധികാരികമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വെച്ച് പറയണം. അതിനെപ്പറ്റിയൊക്കെ ഇനിയും കാര്യങ്ങൾ നാളെ നമ്മുടെ അനന്തരാവകാശിയായിട്ട് വാഴ്ത്തപ്പെട്ടിരിക്കുന്ന ശാന്ത ചൈതന്യ അവിടെ വരും. അദ്ദേഹം ഒരു 2 മണിക്കൂറോളം കഠോപനിഷത്തിനെ അടിസ്ഥാനപ്പെടുത്തി ക്ലാസ് എടുക്കും. കഠോപനിഷത്തിൽ നജികേതസ് എന്ന് പറയുന്ന ഒരാൾ, നീ നൗഫലിനെ പോലുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിഖിലിനെ പോലെയുള്ള ഒരാൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഈ മരണാനന്തര ഗതിയെപ്പറ്റി ഒന്ന് പറഞ്ഞു തരണം. അള്ളാഹു അക്ബറാണെന്ന്, അള്ളാഹു സർവശക്തനാകുന്നു എന്ന് അല്ലേ? അപ്പോൾ ഇങ്ങനെ അടുത്ത നാളെ ശാന്ത ചൈതന്യ വരും. ഇന്ന് വരാനിരുന്നാണ്. അപ്പോൾ ഇന്ന് ഇതല്ലേ ബന്ദ്, ബസ്സില്ല, ബസ് സമരം. അത് കുഴപ്പമില്ല. ആരെങ്കിലും 2-3 പേരുണ്ടെങ്കിൽ മൂപ്പര് പറയും, പറഞ്ഞിട്ട് നമ്മളത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് ദൂരെയുള്ള ആളുകൾക്ക് ക്ലാസ് കേൾക്കാമല്ലോ.
നൗഫലേ, നീ എന്താ പള്ളിയിൽ പോകത്ത്? നിസ്കരിക്കണ്ടേ? ഏ ഏ എത്ര മണിക്ക്? 3 മണിക്ക്. 3:30 മണിക്ക് നീ ഇവിടെ കിടന്ന് ഇങ്ങനെ കളിക്കുകയായിരിക്കും. അപ്പോൾ നീ ആ നിസ്കാരവും മുടക്കും. ഉം. ഏ, നീ പള്ളിയിലും പോകൂല, ഇവിടെ വന്നാൽ ഇവിടെ ഇരുന്ന് ക്ലാസ്സും കേൾക്കൂല. അവസാനം ഇസ്ലാം മതവും ഇല്ല, ഹിന്ദു മതവും ഇല്ലാത്ത അവസ്ഥ വന്നാലോ? ഡബിൾ ലോസ്. അങ്ങനെ വരാൻ പാടില്ല. നൗഫലേ, നീ അറ്റത്തിരിക്കും. നീ അറ്റത്തിരിക്കും. നൗഫലേ, നീ അറ്റത്തിരിക്കും. ആറ്റത്തിരി. ആ, അപ്പോൾ 25 പ്രാവശ്യം പറഞ്ഞാലേ നീ അറ്റത്തിരിക്കാൻ പറഞ്ഞിരിക്കുള്ളൂ. ഇതാണ് നിൻ്റെ കുഴപ്പം. അപ്പം നീ ഖുറാനും പഠിക്കൂല, ഗീതയും പഠിക്കൂല. അപ്പം നീ ഇങ്ങനെ ചെറുതിലെ തന്നെ അനുസരണയില്ലാത്ത ഒരാളായി വളർന്നാൽ അപ്പം നീ വലുതാവുമ്പോൾ എന്തായിരിക്കും? വലുതാവുമ്പോൾ നീ ഇതേ അനുസരണക്കേട് എൻ്റെ വീടുകളിലും സമൂഹത്തിലും കാണിക്കുകയും നിന്നെ പോലീസുകാർ കൈകാര്യം ചെയ്യുകയും ചെയ്യും. മനസ്സിലായ? നീ ചെറുതിലെ തന്നെ അനുസരിച്ച് പഠിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം. മദ്രസയിലൊക്കെ പോയി പഠിച്ച് ഖുറാനൊക്കെ പഠിച്ച് നല്ല മുസ്ലിമായിട്ട് ജീവിക്കുക. അല്ല ബിസിനസ്സൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു ജോലിയൊക്കെ ചെയ്ത് നീ അവിടെ സ്വസ്ഥമായിട്ടിരിക്കുന്നത്. അവന് നിനക്ക് തൂറാൻ മുട്ടുന്നുണ്ടോ? എന്നാൽ ഇരിക്കുക, അവിടെ ഇരിക്കുക. ആ ചന്തിയൊക്കെ ഉറപ്പിച്ച് അവിടെ തന്നെ ഇരിക്കുക. പറയുന്നത് കേട്ടോളി. നിനക്കുള്ള സ്പെഷ്യൽ ക്ലാസ് തരികയാണ്. നീ മദ്രസയിലും പോയി മര്യാദക്ക് പഠിക്കൂല, ഇവിടെ അവിടെ പോയി ഖുറാനും പഠിക്കൂല, ഇവിടെ വന്നാൽ ഭഗവത്ഗീതയും പഠിക്കൂല. അങ്ങനെ ഡബിൾ ലോസ്. അപ്പം നീ എന്താവും? നീ പോക്കിരിയായി മാറും. പോക്കിരിയായിട്ട് നീ റോട്ടിൽ കിടന്ന് കള്ളെല്ലാം കുടിച്ച് അടി കൂടി പിന്നെ പോലീസുകാരാണ് പിന്നെ ബാക്കി നിന്നെ കൈകാര്യം ചെയ്യുന്നത്. മനസ്സിലായ? അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ശാന്തചൈതന്യ നാളെ വരും. അദ്ദേഹം കഠോപനിഷത്തിനെ പറ്റി ക്ലാസ് എടുക്കും. ആറ്റത്തിരി അവിടെ. ഇവിടെ ശ്രദ്ധിച്ചിരി നിഖിലേ, ഇവിടെ ശ്രദ്ധിച്ചിരി. നിന്നെ ഒതുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്താണെന്നറിയാമോ? അപ്പോൾ നാളെ ശാന്തചൈതന്യം വരും. അദ്ദേഹം കഠോപനിഷത്തിനെ അടിസ്ഥാനപ്പെടുത്തി ക്ലാസ് എടുക്കും. എന്താണ് കഠോപനിഷത്ത്? കഠോപനിഷത്തിലെ ഒരു മന്ത്രം ഞാനൊന്ന് പറയാം ചെറുതായിട്ട്. ന ജായതേ മ്രിയതേ വാ വിഭശ്ചിത്. ന ജായതേ മ്രിയതേ വാ വിഭശ്ചിത്. ആത്മജ്ഞാനി ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. എന്താണ് നിഖില പറഞ്ഞത്? ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ എന്താ പറഞ്ഞത്? നൗഫിലെ എന്താ പറഞ്ഞത്? എന്ത് മന്ത്രം? ഞാൻ പറഞ്ഞില്ലേ, നീ ഇവിടെ വന്നിരിക്കണമെങ്കിൽ ഇതൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ നീ മദ്രസയിൽ പോയിരിക്കും, നീ ഉസ്താദിൻ്റെ അടുത്ത് പോയിരിക്കണം. മനസ്സിലായ? അപ്പം നിനക്ക് ഇതുമില്ല അതുമില്ലാതാകാൻ പാടില്ല. ഞാനിപ്പോൾ പറഞ്ഞത് ആത്മജ്ഞാനി ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. ന ജായതേ മ്രിയതേ വാ വിഭശ്ചിത്. അങ്ങനെ ഒരു മന്ത്രം കഠോപനിഷത്തിലുണ്ട്. കഠോപനിഷത്തിൽ ആത്മാവിൻ്റെ നിത്യതയെപ്പറ്റി പറയുന്നു, പരമാത്മാവിൻ്റെ നിത്യതയെപ്പറ്റി പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ ഒരു വചനത്തിൽ പറയുന്നത്, ഈ വചനങ്ങളുടെ ഗൂഢാർത്ഥം ഗ്രഹിക്കുന്നവൻ മരിക്കുകയില്ല. ഈ വചനങ്ങളുടെ ഗൂഢാർത്ഥം
ഗ്രഹിക്കുന്നവൻ മരിക്കുകയില്ല. തോമസ് രേഖപ്പെടുത്തിയ സുവിശേഷം തുടങ്ങുന്നത് അങ്ങനെയാണ്. ഈ വചനങ്ങളുടെ ഗൂഢാർത്ഥം ഗ്രഹിക്കുന്നവൻ മരിക്കുകയില്ല. അപ്പോൾ മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പരമാത്മാവിൻ്റെ നിത്യതയെപ്പറ്റി മനസ്സിലാക്കണം. അപ്പോൾ ജനിക്കാത്തതും മരിക്കാത്തതുമായ പരമാത്മാവാകുന്നു ആത്മസത്ത. ഞാൻ എന്ന് പറയുന്ന അസ്തിത്വം ജനിക്കാത്തതും മരിക്കാത്തതുമായിട്ടുള്ള പരമാത്മസത്തയാകുന്നു എന്ന് നിത്യാനിത്യ വസ്തു വിവേകം വഴി മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ വിശദീകരണം നാളെ ശാന്തചൈതന്യം പറയും. അപ്പോൾ നാളെ സ്കൂള് ഒക്കെ ഉണ്ട്. ചിലപ്പോൾ 2-3 കുട്ടികൾ കാണും. അവരോടായിരിക്കും ഇത് പറയുക. അത്രയും മതി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിക്കുന്നു. പിന്നെ അന്നദാനമുണ്ട്. കലാപരിപാടിയൊന്നുമില്ല. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യങ്കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.